കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോർ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. അവനിലങ്ങേ പാവനനാമം കീർത്തിച്ചവരെ മറക്കരുതേ. അവനിലങ്ങേ ദിവ്യശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായുള്ള നൊവീന പ്രാർത്ഥനയുടെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? 3 സാധ്യതകളാണുള്ളത്. 1, സ്വർഗം. ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കൾക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. 2-ാമത്തെ സാധ്യതയാണ് ശുദ്ധീകരണ സ്ഥലം. ഈ ലോകത്തിലായിരുന്നപ്പോൾ പലവിധ തിന്മകളിൽ വീണുപോയി, ബലഹീനതകളിൽ വീണുപോയി. എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തിലേക്ക് വളരാൻ ആഗ്രഹമുണ്ടായിട്ടും കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി എന്നാൽ കുറവുകളുടെ ജീവിതം നയിച്ച വ്യക്തികൾ എത്തിപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലം. അവിടെ നമ്മുടെ ആത്മാക്കൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടും. ദൈവതിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗ്യത ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്കില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ്
സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെയാണ് പറയുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതിന് മുമ്പ് പരേതരായ ആത്മാക്കളെ അവരുടെ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിനായി ലോകത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതും ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്തതും എല്ലായിടത്തേക്കും തുളച്ചു കയറുന്നതും ഭയാനകവുമായ അഗ്നിയിലൂടെ കടത്തിവിടുന്നു. ആത്മാക്കളെ ശുദ്ധീകരിക്കുവാനും നിർമ്മലരാക്കുവാനും വേണ്ടിയുള്ളതാണെങ്കിലും ഈ ലോകത്തിൽ വെച്ച് സഹിക്കാവുന്ന വേദനകളെക്കാൾ എത്രയോ ശക്തമാണത്. മരിച്ച വ്യക്തിയുടെ മുമ്പിലുള്ള മൂന്നാമത്തെ സാധ്യതയാണ് നരകം. ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തെ മറന്ന്, ദൈവവചനം മറന്ന് പാപത്തിലും തിന്മയിലും ആസക്തികളിലും ജീവിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ അവർ ദൈവത്തിൽ നിന്ന് ദൂരെയായിത്തീരുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്ന് നിത്യമായ നാശത്തിലേക്ക് പോകുന്ന വ്യക്തികൾക്കുള്ള സ്ഥലമാണ് നരകം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നമ്മളുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. കർത്താവായ ഈശോ മിശിഹ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങളിൽ 412-ാമത്തെ പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ വൈകുന്നേരമായപ്പോൾ ഞാൻ തീർത്തും അവശയായി. തിരുമണിക്കൂർ ആചരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അതിനാൽ നേരത്തെ ഉറങ്ങുവാൻ പോകുവാനുള്ള അനുവാദം മദർ സുപ്പീരിയറിൽ നിന്ന് ചോദിച്ചു വാങ്ങി. കിടന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ഏതാണ്ട് 11 മണിയായപ്പോൾ സാത്താൻ എൻ്റെ കിടക്ക പിടിച്ചു കുലുക്കി. ഞാൻ പെട്ടെന്ന് ഉണർന്ന് ശാന്തമായി കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പ്രാശ്ചിത്തം ചെയ്യുന്ന ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ നിഴലുകൾ പോലെ കാണപ്പെട്ടു. അവരുടെ ഇടയിൽ ധാരാളം പിശാചുകളെ ഞാൻ കണ്ടു. അവയിലൊന്ന് പൂച്ചയുടെ രൂപമെടുത്ത് എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു. അതെൻ്റെ കിടക്കയിലും കാലിലും ചാടി വീണുകൊണ്ടിരുന്നു. 1 ടണ്ണോളം ഭാരം അതിനുണ്ടായിരുന്നു. ഈ സമയം മുഴുവൻ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പുലർച്ചെയായപ്പോൾ ഇവയെല്ലാം അപ്രത്യക്ഷമായി. എനിക്ക് സുഖമായി ഉറങ്ങുവാൻ സാധിച്ചു. രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഈ സ്വരം ഞാൻ കേട്ടു, നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു, ഒന്നും ഭയപ്പെടേണ്ട. എൻ്റെ കുഞ്ഞെ, സാത്താൻ നിന്നെ വെറുക്കുന്നു എന്നറിയുക. എല്ലാ ആത്മാക്കളെയും അവൻ വെറുക്കുന്നു. എന്നാൽ നിന്നോടുള്ള പ്രത്യേകമായ വെറുപ്പ് കൊണ്ട് അവൻ കത്തി ജ്വലിക്കുകയാണ്. കാരണം അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് വളരെ ആത്മാക്കളെ നീ പിടിച്ചെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തുകയാണ്, ആ മകളുടെ പ്രാർത്ഥന വഴിയായിട്ട് ഒത്തിരിയേറെ ആത്മാക്കളെ ആ മകൾ സ്വർഗത്തിനായി നേടി. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് ഒത്തിരിയേറെ ആത്മാക്കളെ സ്വർഗത്തിനായിട്ട് നേടാം. ഈ നൊവീന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾക്കായി യാചിക്കുന്ന ആത്മാക്കളുടെ മേൽ ദൈവ കരുണ ഉണ്ടാകുവാനായിട്ട്, അവരെ സ്വർഗത്തിനായിട്ട് നേടുവാനുള്ള ഒരു തീക്ഷ്ണതയോടുകൂടി ഈ നൊവീന പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന്
എന്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്തുവാനും അവയെക്കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കുവാനും എനിക്ക് വരം തരണമേ. ഓ എന്റെ ദൈവമേ, അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികളുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു. ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു. എങ്കിലും അങ്ങന്റെ ആത്മാവിനെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി എന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിന്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുമ്പിൽ അണയുന്നു. അങ്ങിനിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തു പ്രത്യുപകാരം ചെയ്യും. കർത്താവേ, എന്റെ എല്ലാ പാപങ്ങളെ കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല. മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരുമെന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ. അങ്ങേ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അർപ്പിച്ചിരിക്കയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിന്റെ സന്തോഷം സ്വന്തമാക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അനുവദിക്കരുതേ. അങ്ങയുടെ സൈന്യത്തിന്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായേൽ അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ. ആമേൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 39, വാക്യങ്ങൾ 1 മുതൽ 7 വരെ.
ഞാൻ പറഞ്ഞു, നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം നാവിന് ഞാൻ കടിഞ്ഞാണിടും. ഞാൻ മൂകനും നിശബ്ദനുമായിരുന്നു. എൻ്റെ നിശബ്ദത നിഷ്ഫലമായി. എൻ്റെ സങ്കടം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയം തപിച്ചു. ഞാൻ ചിന്തിച്ചപ്പോൾ അത് കത്തിജ്വലിച്ചു. ഞാൻ സംസാരിച്ചു, കർത്താവേ, അവസാനം എന്തെന്നും എൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ഇതാ, അവിടുന്ന് എൻ്റെ ദിവസങ്ങൾ ഏതാനും അങ്കുലം മാത്രമാക്കിയിരിക്കുന്നു. എൻ്റെ ജീവിതകാലം അങ്ങയുടെ ദൃഷ്ടിയിൽ ശൂന്യപ്രായമായിരിക്കുന്നു. മനുഷ്യൻ ഒരു നിഴൽ മാത്രമാണ്. അവൻ്റെ ബദ്ധപാട് വെറുതെയാണ്. മനുഷ്യൻ സമ്പാദിച്ചു കൂട്ടുന്നു, ആര് അനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത്? എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായുള്ള നൊവേനയുടെ 3-ാം ദിവസത്തെ പ്രാർത്ഥന നമുക്ക് വിശ്വാസപൂർവ്വം ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവേ, അങ്ങേ ദാസന്മാരുടെയും ദാസിമാരുടെയും അർത്ഥന അങ്ങൊരിക്കലും നിരസിച്ചിട്ടില്ലല്ലോ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പുണ്യയോഗ്യതകളാൽ സ്വർഗത്തിലെത്തിച്ചേർന്ന് അങ്ങയുടെ തിരുമുഖം കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ സഹിക്കുവാൻ ശക്തി കണ്ടെത്തട്ടെ. ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെയും പ്രത്യേകിച്ച് ഈ നൊവീന ആർക്കായി അർപ്പിക്കുന്നുവോ അവരെയും കനിവോടെ ഓർക്കണമേ. ഈ യാചന അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കനിവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷിച്ചു ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ, കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ, കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഉണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വലുതീരാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ. നിത്യവെളിച്ചം അവരുടെ മേൽ വീശുമാറാകട്ടെ. അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ. കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരാകുകയില്ലല്ലോ. ആകയാൽ കർത്താവെ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിന്റെയും മഹത്വത്തിന്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഗബ്രിയേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ റഫായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ദൂതരെ മുഖ്യദൂതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ ആത്മീയ രൂപികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരായ സകല പ്രവാചകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പൂർവപിതാക്കന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പൗലോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്ത്രയോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അപ്പസ്തോലരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുവിശേഷകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ പൈതങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്റ്റീഫനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലോറൻസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെന്റ്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സിൽവസ്ട്രെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്റ്റിനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ മെത്രാന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വേദപാരംഗരെ,
മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സഭാ പണ്ഡിതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോനീസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ബെനഡിക്റ്റേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഡൊമിനിക്കേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല പുരോഹിതരെ, ലേവ്യരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സന്യസ്തരെ, താപസരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മേരി മഗ്നലന, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗാഥ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂസി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ആഗ്നസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ സകല വിശുദ്ധരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ ഇന്നും ആഗ്രഹിച്ചു പോകുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ മരിച്ചുപോയ സകല ആത്മാക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.